ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ പറയാൻ കേട്ടോ, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ പലവരും എന്താ പറയുക, യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്താ പറയുക, നല്ല രീതിയിൽ പോകുന്നവരും എല്ലാം ഉണ്ടാവില്ലേ. അപ്പോൾ ഇനി 2025 വരാൻ പോകുന്നത്. എല്ലാവരും ചിലപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. നല്ല ദിവസമൊക്കെ നോക്കിയിട്ട് തുടങ്ങാം പുതുവർഷത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ചിലവരൊക്കെ തുടങ്ങിയിട്ട് സബ്സ്ക്രൈബർ ആകാത്തവരും പിന്നെ വാച്ച് അവർ ആകാത്തവരൊക്കെ ഉണ്ടാവും. എന്താ പറയുക, ഞാൻ തുടങ്ങിയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷം ആകാനായിട്ടോ. 2023 ജൂലൈയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ജൂലൈ 1-നാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ വെറുതെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങി ഉണ്ടല്ലോ, അപ്പോൾ ഞാനും ഒന്ന് തുടങ്ങട്ടെ. എനിക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി തുടങ്ങിയതാണ് കേട്ടോ. കാരണം നമുക്ക് ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് മോളുടെ കാര്യത്തിൽ. അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തനിച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ ആരോടും ഇങ്ങനെ അധികം സംസാരിക്കാനൊന്നും പുറത്ത് പോകാൻ പറ്റില്ല. അങ്ങനത്തെയുള്ള സ്ഥിതിയൊക്കെ ആയപ്പോൾ നമ്മളിങ്ങനെ വെറുതെ യൂട്യൂബ് ചാനലിലൂടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് കേട്ടോ. അല്ലാതെ കാശ് കിട്ടുമോന്നൊന്നും അറിയില്ല. നമ്മൾ എന്താ പറയുക, വീഡിയോസിന് അങ്ങനെ കാശ് കിട്ടുന്നുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അധികം ഞാൻ വീഡിയോസൊന്നും ഇടാറില്ലായിരുന്നു. ഷോർട്സ് മാത്രം തന്നെ, അങ്ങനെ വല്ല കോമഡി ഷോർട്സുകളും അങ്ങനെയൊക്കെയാണ് ഇടാറുള്ളത്. പിന്നെ എന്താ പറയുക, വല്ല അവിടെ നിന്ന് കിട്ടുന്ന വീഡിയോകളൊക്കെ ഇങ്ങനെ ഇടുമായിരുന്നു കേട്ടോ, ഷോർട്സ് ആക്കിയിട്ട്. ഷോർട്സ് തന്നെ എങ്ങനെയാണ് ഇടുന്നതെന്നൊന്നും എനിക്ക് നേരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആദ്യം. പിന്നെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് അങ്ങനെ പഠിച്ചതായിരുന്നു കേട്ടോ. ഷോർട്സിൽ തമ്പനെയിലുണ്ടെന്നും ഇതൊന്നും അറിഞ്ഞില്ല ആദ്യം. കുറേ വീഡിയോസൊക്കെ, ഒരു 150 വീഡിയോസൊക്കെ കഴിഞ്ഞിട്ടാണ് അതൊക്കെ അറിയാൻ പറ്റിയത്. പിന്നെ അങ്ങനെ അതൊക്കെ കറക്റ്റ് ചെയ്ത് വന്നു കേട്ടോ. പിന്നെ ഓരോ വീഡിയോസ് ഇടാൻ തുടങ്ങി. വീഡിയോസ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. വീഡിയോസ് ഇട്ടാൽ എന്താണ് പ്രതികരണം എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ, പേടിയാണ്. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് വന്നു വെച്ചാൽ നമുക്ക് അതിന് എന്താ തരണം ചെയ്ത് പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനായിരുന്നു ആകെ. അപ്പോൾ പിന്നെ ഇങ്ങനെ പരിചയപ്പെട്ട് വന്നപ്പോൾ പിന്നെ ഇങ്ങനെ ഓരോ വീഡിയോസ് ആയിട്ട് ഇടാൻ തുടങ്ങിയിട്ട്. വീഡിയോസ് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് എടുക്കുന്നൊന്നുമില്ല. വീഡിയോസ് നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് തോന്നി നല്ലതെന്ന് തോന്നിയത് നമ്മൾ വീഡിയോസ് ആയിട്ട് ഇടുന്നതേ ഉള്ളൂ കേട്ടോ. കുക്കിംഗ് ആയാലും ചിലപ്പം പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുള്ളതൊക്കെ നമുക്ക് നമ്മുടെ ചാനലാണല്ലോ, അപ്പോൾ നമ്മുടെ ഇതിലൂടെ നമുക്ക് പ്രതികരിക്കാമല്ലോ. അപ്പോൾ നമുക്ക് എല്ലാം ഒന്നും വീഡിയോസായിട്ട് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എന്താണ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്താ പറയുക, 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരു 1.5 മാസം 2 മാസത്തിനുള്ളിലായി കേട്ടോ, പെട്ടെന്നായി. പിന്നെ ഈ വാച്ച് അവറിൻ്റെ കാര്യം എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ വാച്ച് അവർക്ക് ആയി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു. കാരണം ഈ ഷോർട്സിൻ്റെയും കൂടെ വാച്ച് അവർ നമുക്കിങ്ങനെ ഇതിൽ കാണാൻ പറ്റും. മറ്റേ YT സ്റ്റുഡിയോയിൽ പോയാൽ കാണാൻ പറ്റും. അതിൻ്റെയും ചേർന്നിട്ടാണ് അത് കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെ പബ്ലിക് വാച്ച് അവർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെയുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള വാച്ച് അവർ. 4000 വാച്ച് അവർ ആയിരിക്കണം. അതെനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. ഒരു 3 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ വാച്ച് അവർ കംപ്ലീറ്റ് ആകാനായി. 3000 വാച്ച് അവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിരിക്കുന്ന ഈ ഷോർട്സിൻ്റെയും ആഡ് ചെയ്ത് കൊണ്ട് അങ്ങനെ ആയിരുന്നു. അപ്പോൾ പിന്നീടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് ആഡ് ചെയ്യില്ല എന്ന്. പിന്നെ ഞാനിങ്ങനെ ഓരോ വീഡിയോസാണ് കൂടുതൽ അധികമായിട്ട് ഇങ്ങനെ ഇടാൻ തുടങ്ങി. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒന്ന് റീച്ച് ആകണമെങ്കിൽ ആകട്ടെ എന്ന് പറഞ്ഞ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് തന്നെ വേണമെന്ന് നമുക്ക് നിർബന്ധമല്ല. ഇതിലൂടെ നമുക്ക് ക്യാഷ് കിട്ടുന്നൊന്നും എന്താണ് അറിയില്ല പറഞ്ഞാൽ അധികം ക്യാഷൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയാം. കാരണം $100 ആയി. എപ്പോൾ കിട്ടുന്നൊന്നും ഒരു ഇതില്ല. ആകെ നമ്മൾ വീഡിയോസ് ഇടുന്ന കുറച്ചല്ലേ, വീഡിയോസിന് വലിയ വ്യൂ ഒന്നും ഇല്ലല്ലോ. ആകെ 100 വ്യൂ ഉണ്ട്, 2000 വ്യൂ അതിൻ്റെ അപ്പുറത്തൊക്കെ വേണം ഈ $1 ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഞാൻ ചുമ്മാ ഇട്ട് പോകണം കേട്ടോ. ഏതെങ്കിലുമൊക്കെ ഒന്ന് റീച്ച് ആയ വാച്ച് അവർ കംപ്ലീറ്റ് ആകട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെയാണ് ഇങ്ങനെ ഓരോ ഈയിടെയായിട്ട് പിന്നെ എന്താ വെർട്ടിക്കലായിട്ട് നമ്മൾ വീഡിയോസ് എടുത്തിട്ട് അതിന് വീഡിയോസ് ഇട്ട് 1 മിനിറ്റിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ വാച്ച് അവറും കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ വാച്ച് അവർ അതിൻ്റെ കട്ടായി കേട്ടോ. ഏകദേശം 250 വാച്ച് അവർ അതിൽ നിന്ന് കട്ടായിപ്പോയി. അപ്പോൾ പിന്നെ വീണ്ടും കുറഞ്ഞു കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസൊന്നും അങ്ങനെ റീച്ച് ഇല്ലാതായി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കുറേ വീഡിയോസൊക്കെ ഇല്ലേ ഷോർട്സിൻ്റെ ഒരുമിച്ച് ഡിലീറ്റ് ചെയ്തു കേട്ടോ. കാരണം മോളുടെ സൗണ്ടാണ്, മോളടുത്തുണ്ട് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരുമിച്ച് ഡിലീറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ ഒരുമിച്ച് അങ്ങനെ ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഞാനിങ്ങനെ വ്യൂ കുറഞ്ഞ ഷോർട്സുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തപ്പിപ്പിടിച്ച് അങ്ങനെ കുറേ 10, 50, 60 എണ്ണത്തോളം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ, ഒരുമിച്ചിട്ട് അങ്ങനെ. അപ്പോൾ അത് കാരണം കുറേ ഷോർട്സ് ഇടുമ്പോൾ എല്ലാത്തിനും ഡൗൺ ആയി കിടക്കണം കേട്ടോ. അപ്പോൾ വ്യൂ കിട്ടാതായി. അപ്പോൾ അങ്ങനെ ആരും ഒരിക്കലും ചെയ്യരുത്. അത് എന്താ പറയുക, യൂട്യൂബ് റെക്കമെൻഡേഷൻ കുറയ്ക്കും കേട്ടോ. പിന്നെ വീഡിയോസൊന്നും നമ്മുടെ മുൻപോട്ട് പോകില്ല. അപ്പോൾ അതൊക്കെ നീങ്ങത്തുള്ളൂ. 10, 50, 100 അങ്ങനെ 150 അങ്ങനെ 500-ൻ്റെ ഉള്ളിലേ വരുള്ളൂ. പിന്നെ കിടക്കുകയില്ല. എൻ്റെ ആദ്യമൊക്കെ ഒരു 2000-ൽ ഷോർട്സിൽ ആണ് കാര്യമാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ വീഡിയോ ചെറിയ വീഡിയോ ആണല്ലോ. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വല്ല ചെറുതായിട്ട് ഇങ്ങനെ കണ്ടൻറ്റ് എടുത്തിട്ട് അങ്ങനെ വെറുതെ കണ്ടൻറ്റ് അല്ല, ചെറിയ എന്തെങ്കിലും കുക്കിങ്ങിൻ്റെ ഇത് വരുമ്പോൾ അങ്ങനത്തെ ഷോർട്സ് ഇടുന്നേ ഉള്ളൂ. അല്ലാണ്ട് കാര്യമായിട്ട് ഞാനിതിലിങ്ങനെ നിന്ന് ചെയ്യാനൊന്നും നമുക്ക് സമയമില്ല. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ പോയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആരും ഒരുമിച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്യാതിരിക്കുക. പലർക്കും അറിയാതിരിക്കും. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ട് യൂട്യൂബിൽ ചാനൽ തുടങ്ങുന്നവർക്കൊന്നും ഇതറിയില്ല. ആദ്യം നമുക്കറിയില്ലല്ലോ. പിന്നെ ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ടാണല്ലോ അറിയുന്നത്. ഓരോ കാര്യങ്ങൾ ഓരോന്നിൽ കിട്ടുമ്പോഴാണല്ലോ നമ്മളും പഠിക്കുന്നത്. അപ്പോൾ
ആരെങ്കിലുമൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മുടെ എന്താ പറയുക 10-50 വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആരെങ്കിലും കണ്ടാൽ മോശമല്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മളത് ഡിലീറ്റ് ചെയ്യാൻ പോകും. അങ്ങനെ ഡിലീറ്റ് ചെയ്യാതിരിക്കുക. കാരണം അത് കണ്ടാലും കാര്യമൊന്നുമില്ല. അത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത വീഡിയോയ്ക്ക് റീച്ച് കിട്ടാതൊന്നും ഇരിക്കത്തില്ല. അത് 50 വ്യൂ ഉള്ളെങ്കിലും അടുത്ത വീഡിയോ നല്ല വീഡിയോ ഇടുകയാണെന്ന് വെച്ചാൽ അതിന് നല്ല റീച്ച് കിട്ടും. അപ്പോൾ അത് ആരും മോശം കാണാതിരിക്കുക കേട്ടോ. പിന്നെ പറയാനുള്ളത്, പിന്നെ നമ്മൾ ഈ 365 ദിവസം ആണ് നമ്മുടെ ഇന്ന് തൊട്ട് 365 ദിവസത്തേക്കുള്ള അതാണ് നമ്മുടെ ബാക്കിൽ. നമ്മൾ അതിന് മുമ്പ് എത്ര വാച്ച് ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആയി പോകും. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നത് മുതൽ ആദ്യത്തെ 365 ദിവസത്തെ കണക്കാണ്. ആദ്യം നമ്മളിപ്പോൾ എവിടെയാണോ, ഇപ്പോൾ ഏത് ഡേറ്റിലാണോ ആ ഡേറ്റ് മുതൽ 365 ദിവസമാണ് കണക്കാക്കുന്നത് ഈ വാച്ച് അവറിൽ. പിന്നെ അതിന് മുമ്പുള്ള വാച്ച് അവർ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആയി പോകും. കാരണം അത് കിട്ടത്തില്ല. 365 ദിവസത്തിനകം 4000 വാച്ച് അവർ ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവും. അല്ലാതെ വേറൊരു ഇതും കൂടി ഉണ്ടല്ലോ, ഷോർട്സിൻ്റെ 90 ദിവസത്തിൽ എന്താണ് 100 ലാക്ക് ആയി കഴിഞ്ഞാലും പെട്ടെന്ന് നമുക്ക് മോണിറ്റൈസേഷൻ ആക്കാൻ സാധിക്കും. ഇത് രണ്ടും എനിക്ക് സാധിച്ചിട്ടില്ല കേട്ടോ. എന്താ പറയുക, ഇതുവരെ സാധിച്ചിട്ടില്ല. എൻ്റെ വാച്ച് അവർ ആകെ എന്താ പറയുക 1500 അടുത്ത് എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ. കാരണം അത് കുറേയൊക്കെ നമുക്ക് 1700-800 ആകാമെന്നായിരുന്നു. കുറേയൊക്കെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. കാരണം ഓരോ പ്രശ്നങ്ങളിങ്ങനെ യൂട്യൂബ് തന്നെ കൊണ്ടുവരുമല്ലോ. അപ്പോൾ അതിലൂടെ പോയിട്ടുണ്ട്. വെർട്ടിക്കലായിട്ട് വീഡിയോസ് എടുത്താൽ അതിൻ്റെ വാച്ച് അവറൊന്നും കൂട്ടില്ല. പിന്നെ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇത് വരുമല്ലോ, റീയൂസ്ഡ് കണ്ടൻറ്റ് അങ്ങനത്തെ അതിലും ആഡ് ചെയ്യില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിലും പോയിട്ടുണ്ട് കേട്ടോ കുറേ. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയാം കേട്ടോ. എൻ്റെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ട് ഇതുപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അവൾക്ക് ഏകദേശം അവൾ കുക്കിങ്ങിൻ്റെ വീഡിയോസ് അത് വീഡിയോസ് ഇട്ടില്ല, ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഷോർട്സ് ആണ് കൂടുതൽ ഇട്ടത്. അവൾക്ക് ഒരു 950 അടുത്ത് 960 അടുത്ത് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ. അവൾ കുറച്ച് പിന്നെ വീഡിയോസ് ഇട്ടേ ഇല്ല, ഒരു 1.5 മാസത്തോളം ഇട്ടില്ല. അങ്ങനെ ഇടാതിരുന്നിട്ട് വീണ്ടും എന്താ പറയുക ഷോർട്സ് അപ്ലോഡ് ചെയ്തു കേട്ടോ. അപ്പോൾ വ്യൂസ് ഒന്നും ഉണ്ടായില്ല. ഏകദേശം ആദ്യമൊക്കെ ഇടുന്ന വീഡിയോസിന് 2000, 3000, 4000, 5000 അങ്ങനെ വ്യൂസ് ഉണ്ടായിരുന്നു. പിന്നീട് ഈ 1.5 മാസത്തിന് ശേഷം ഷോർട്സ് ഇട്ടപ്പോൾ എന്താ പറയുക തീരെ വ്യൂ ഉണ്ടായിരുന്നില്ല. 500 അടുത്തൊക്കെ തന്നെ വ്യൂ വന്നുള്ളൂ. അപ്പോൾ അവൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ ചാനൽ തന്നെ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തു. അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ ആരും. കാരണം നല്ല കുറച്ചുകൂടെ പിന്നെയും എന്താണ് ഷോർട്സ് ഇടുകയാണെങ്കിൽ വ്യൂസ് വരും. നല്ല ഷോർട്സ് ഇടുകയാണെങ്കിൽ വ്യൂസ് വരും. അല്ലാതെ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞ് ചാനൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക, പിന്നെ ഒരു ചാനൽ തുടങ്ങി പിന്നെ അതിൽ ഷോർട്സ് ഇട്ട് പിന്നെ വ്യൂസ് കയറി പിന്നെ സബ്സ്ക്രൈബേഴ്സ് വരണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം ആരും അങ്ങനെ പെട്ടെന്ന് ചാടി കയറി ചാനൽ ഡിലീറ്റ് ചെയ്തിരിക്കുക. ഗ്യാപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ നോക്കുക കേട്ടോ. അതേ ടൈമിൽ ചിലപ്പോൾ പതുക്കെ വ്യൂസ് വരത്തുള്ളൂ. ആദ്യമൊന്നും വ്യൂസ് ഉണ്ടാവില്ല നമ്മൾ ഗ്യാപ്പ് വിട്ട് കഴിഞ്ഞാൽ. പിന്നെ നല്ല എന്താ പറയുക ഷോർട്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയാൽ വ്യൂസ് വരും, പതുക്കെ വരും. അല്ലാതെ പെട്ടെന്ന് ചാടി കയറി ഡിലീറ്റ് ചെയ്യേണ്ട. അവൾ അങ്ങനെ ഡിലീറ്റ് ചെയ്ത ശേഷം വീണ്ടും ഒരു ചാനൽ തുടങ്ങി കേട്ടോ. ഞാൻ എന്നിട്ട് ചോദിച്ചോളൂ എന്തിനാണ് ഡിലീറ്റ് ചെയ്ത് ചോദിച്ചപ്പോൾ രണ്ടാമതൊരു ചാനൽ തുടങ്ങാനാണ്, കറക്റ്റായിട്ട് വീഡിയോസ് ഇട്ടിട്ട് പോകാനെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു ചാനൽ തുടങ്ങി. ഞാൻ ചാനലിൻ്റെ പേരൊന്നും പറയുന്നില്ല, നമ്മൾ വേറെ ആരും അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വീണ്ടും ഒരു ചാനൽ തുടങ്ങി. അപ്പോൾ കുറേ ഷോർട്സൊക്കെ ഇടാൻ തുടങ്ങി കേട്ടോ. അതേപോലെയുള്ള ഷോർട്സ് ആ ഷോർട്സും അതേപോലെയുള്ള ഷോർട്സും ഇടാൻ തുടങ്ങി. കുക്കിങ്ങിൻ്റെ തന്നെ കേട്ടോ. അവൾ വേറെ ഒന്നും ഇടാന്നില്ല, കുക്കിങ്ങിൻ്റെയും പിന്നെ അവളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ വീണ്ടും അതിൽ ഡൗൺ ആയിരുന്നു വ്യൂസ് എന്ന് പറയുന്നത്. എന്താ പറയുക 500 താഴെയും 500 അടുത്തൊക്കെ തന്നെ വന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതിൽ വലുതായിട്ട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും കയറുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള മണ്ടത്തരം ആരും ചെയ്യാതിരിക്കുക. കാരണം ചിലവരൊക്കെ ഞാൻ പറയാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ 2024 ചിലപ്പോൾ ആർക്കും ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കഴിയാനായി. ഇന്നത്തോടെ കഴിഞ്ഞല്ലോ, നാളെ 25. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഇനി എന്തായാലും ഈ ചാനലൊക്കെ ഡിലീറ്റ് ചെയ്ത് അടുത്തൊരു പുതിയൊരു ചാനൽ തുടങ്ങും 2025 പറഞ്ഞിട്ട് ഈ ഷോർട്സിലെ കുറേ പഴയ ഷോർട്സൊക്കെ തന്നെ എടുത്ത് ഇടാൻ തുടങ്ങും. അപ്പോൾ അതിൽ അങ്ങനെ വലിയ വ്യൂസ് ഒന്നും വരില്ല കേട്ടോ. എല്ലാവരുടെ കാര്യമല്ല, ചിലവർക്ക് വരാൻ സാധ്യതയില്ല, ചിലപ്പോൾ സബ്സ്ക്രൈബേഴ്സും കയറത്തില്ല. അപ്പോൾ ആ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ ഡിലീറ്റ് ചെയ്യാതിരിക്കുക ആരും. അപ്പം വേണമെങ്കിൽ വീണ്ടും ഒരു പുതിയ ചാനൽ തുടങ്ങുക, അത്രയും നിർബന്ധമാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഇടാൻ പറ്റും പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ ചാനൽ തുടങ്ങുക. അല്ലാതെ പഴയ ചാനൽ ഉണ്ടെങ്കിൽ അതിൽ തന്നെ നല്ല വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും റീച്ച് കിട്ടും എന്ന് വിചാരിക്കുന്നു കേട്ടോ. കിട്ടും, അല്ലാതെ ഡിലീറ്റ് ചെയ്യാതിരിക്കുക. പിന്നീട് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഏകദേശം ഈ യൂട്യൂബിനെ കുറിച്ച് അറിയാത്തവരൊക്കെ ഉണ്ടാവും. അവരെല്ലാവരും നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ കാശ് കിട്ടാൻ തുടങ്ങിയോ എന്ന് ചോദിക്കും. മോണിറ്റൈസേഷൻ എന്താണ്, അതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ വെറുതെ കാശ് കിട്ടാൻ തുടങ്ങിയോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ കാശ് കിട്ടാൻ തുടങ്ങിയെന്ന് വെച്ചാൽ കിട്ടാൻ തുടങ്ങിയെന്നൊന്ന് തട്ടിവിടുക കേട്ടോ. അല്ലാതെ ഇപ്പോൾ നമുക്ക് ആകെ നമ്മളവിടെ ടെൻഷനായിട്ട് ഇരിക്കുകയായിരിക്കും. നമുക്ക് യൂട്യൂബിൽ എന്താ പറയുക കാര്യമായിട്ട് വീഡിയോ ഇടുന്നവർക്ക് പോലും ചിലപ്പോൾ വ്യൂസ് ഉണ്ടായില്ല. അപ്പോൾ ആകെ ടെൻഷനും കാര്യങ്ങളും അതിൻ്റെ ക്രൈറ്റീരിയാസ് ഒന്നും പൂർത്തിയാകാതിരിക്കുകയായിരിക്കും. വാച്ച് അവറൊന്നും കംപ്ലീറ്റ് ആകാതെ, സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആകാതിരിക്കുകയായിരിക്കും. അപ്പോൾ
നാട്ടിൻപുറത്തൊക്കെയാണ് കൂടുതലായിട്ടും സംഭവിക്കുന്നത്. കാരണം യൂട്യൂബ് ചാനലിൽ അങ്ങനെ എന്തെങ്കിലും അറിയാൻ പറ്റി കഴിഞ്ഞാൽ, ആർക്കെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ധാരാളം കാശ് കിട്ടുന്നുണ്ട്, കാശ് കിട്ടാൻ തുടങ്ങിയോ, ഇത്ര കിട്ടുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു ആകാംക്ഷയായിരിക്കും അവർക്ക്. അല്ലാതെ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലല്ലോ. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കിട്ടാൻ തുടങ്ങിയെന്ന് വെച്ചാൽ അവരുടെ ഒരു സന്തോഷം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സന്തോഷത്തിന് നമുക്ക് കിട്ടാൻ തുടങ്ങിയെന്ന് പറയാം. അല്ലാതെ അപ്പോൾ തന്നെ അവരുടെ ഒന്ന് വായി എന്താ പറയുക മിണ്ടാതിരിക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള മറുപടി കൊടുക്കുക. അല്ലാതെ നമ്മൾ എപ്പോൾ നോക്കിയാലും എന്താ പറയുക ആകെ ടെൻഷൻ അടിച്ചിട്ട് ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ടിരുന്നാൽ അങ്ങനെ ഇരിക്കാൻ തന്നെ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അത് റീച്ച് വരുമ്പോൾ ആയി കിട്ടും. അല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് ഓടിപ്പിടിച്ച് ആകണമെന്ന് പറഞ്ഞാൽ ആയി കിട്ടാത്തൊന്നുമില്ല. ഇപ്പോൾ യൂട്യൂബിൽ വലിയവർ ചെറിയവരൊന്നുമില്ല, എല്ലാവരും യൂട്യൂബിന് ഒരുപോലെ തന്നെയാണ്. കാരണം എന്താ പറയുക, പിന്നെ എന്ന് പറയുന്നത് സ്റ്റാർ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാകുമ്പോൾ, സിനിമ സ്റ്റാറുകൾ വേറെ അങ്ങനെ പ്രബലരായവരൊക്കെ ഉണ്ടാകുമ്പോൾ അവർ പെട്ടെന്ന് യൂട്യൂബിൽ റീച്ച് ആയി പോകും. അല്ലാതെ സാധാരണക്കാർക്ക് പെട്ടെന്ന് റീച്ച് ആകാൻ പറ്റില്ല. അത്രയും നല്ല കണ്ടൻറ്റോടുകൂടി വീഡിയോ ചെയ്താൽ മാത്രമേ നമുക്ക് റീച്ച് ആകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ എല്ലാവരും അറിയുന്നതുകൊണ്ട് അവർ പെട്ടെന്ന് റീച്ച് ആയി പോകുന്നു. അല്ലാത്തവരും റീച്ച് ആവുന്നുണ്ട്, നല്ല വീഡിയോസൊക്കെ ചെയ്യുന്നവർ റീച്ച് ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തർ പറയുന്നത് കേട്ട് ടെൻഷൻ അടിക്കാൻ നിന്നാൽ അതിൻ്റെ പുറകെ പോകാൻ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്നും ചെയ്യാതെ കിട്ടുന്നുണ്ടോ ചോദിച്ചാൽ കിട്ടുന്നുണ്ട് പറയാം എല്ലാവരും. അപ്പോൾ അങ്ങനെ പോവുക. അപ്പോൾ ഓക്കെ, ബൈ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ന്യൂ ഇയർ. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക് യു.